ഹലോ ഗൈസ്, ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോസാണ് എടുക്കുന്നത്. വരുന്നത്. എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്, കാണിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പെയിൻറ് പണി നടന്നുകൊണ്ട് തിരുവോണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതാണ് ഒന്ന് പെയിൻ്റ് അടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. 6 പണിക്കാരുണ്ട്. 10-15 ദിവസമായി പെയിൻറ് പണി തുടങ്ങിയിട്ട്, എന്നിട്ടും തീർന്നിട്ടില്ല. മുകൾഭാഗവും താഴ്ഭാഗവും എല്ലാം അടിക്കേണ്ടതുണ്ട്. മുകൾ ഭാഗം ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഇപ്പോൾ പണിക്കാരൊക്കെ താഴെ ഭാഗത്തേക്കാണ് ഉള്ളത്. ഇത് വീടിൻ്റെ ഒരു വശമാണ്. ഗേറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. തിണ്ടൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇനിയുണ്ട് ഒരുപാട് ഭാഗങ്ങൾ അടിച്ചു തീർക്കാൻ. എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൃത്തിയായിട്ടൊന്നും കാണില്ല. ഇവിടെ പെയിൻ്റ് അടി നടക്കുന്നുണ്ട്. ജനലിൻ്റെ കമ്പിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൾവശത്തും ഒരാളുണ്ട്, പുറത്തും ഒരാളുണ്ട്. മേൽഭാഗത്തും അടിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ആമ്പൽക്കുളമാണ്. അത് നിറയെ മത്സ്യങ്ങളുണ്ട്. അവിടുന്ന് ഞാൻ വീടിൻ്റെ ഉൾവശത്തേക്ക് പോവാണ്. എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നത് കാരണം വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഇത് ഉമ്മറാണ്. ഉമ്മറം കഴിഞ്ഞ് ഹോളിലേക്കാണ് പ്രവേശിക്കുന്നത്. അടുക്കും ചിട്ടയിലൊന്നും വെച്ചിട്ടില്ല. ഒക്കെ പെയിൻറ്റിങ്ങുകാർ വാരി വലിച്ചതാണ്. ഇത് മുകൾ ഭാഗത്തേക്ക് കയറി പോവുകയാണ്. പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. ഇത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇത് വേറൊരു ബെഡ്റൂമാണ്. അങ്ങനെ താഴെ നമുക്ക് 3 ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂമിൽ ഫുള്ള് പണി 2 ബെഡ്റൂമേ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ളൂ. 1 മുഴുവനായിട്ടില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുക്കള. 2 അടുക്കളയുണ്ട്. ഇത് ഇപ്പോൾ കാണുന്നത് ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു അടുക്കളയാണ്. ഇവിടെ ആണ് എല്ലാ പണികളും നടക്കുന്നത്. വേറെ അടുക്കള ഉണ്ട്, അത് വിറകടുപ്പുള്ളതാണ്. ഇത് സാധനങ്ങളൊക്കെ വയ്ക്കാനും ഇതിനുമൊക്കെ ഉള്ളൊരു ഭാഗമാണ്. ഇതാണ് ഞങ്ങൾ സാധനം വയ്ക്കുന്നത്. വാരി വലിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ഇതൊന്നുമില്ല. ഈ അടുക്കള കഴിഞ്ഞാൽ മറ്റേ അടുക്കളയിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് വിറകടുപ്പുള്ള അടുക്കള. വിറകാണ്. അതിലൊരു പല പാത്രങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്യും. ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ ടോയ്ലറ്റും ഒരു ബാത്റൂമും ഉണ്ട്. അത് സാധാരണ പണിക്കാർക്കാണ് ഉപയോഗിക്കാറ്. ഇതായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ വീടിൻ്റെ സ്ഥിതി. അതായത് പെയിൻറ്റിങ് കഴിയുന്നതിന് മുമ്പുള്ള സ്ഥിതി. അതവിടെ ഒക്കെ വൃത്തികേടായി കിടന്നിരുന്നു. അതാണ് ഈ പെയിൻ്റാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കാണുന്നത്. മുറ്റമൊക്കെ ആകപ്പാടെ വൃത്തികേടായിരുന്നു. ഒക്കെ വൃത്തിയാക്കി ഇപ്പം നല്ല ഒരു കളറൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം കഴിച്ച് വീടിൻ്റെ മുകളിൽ ഓട് പെയിൻറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്.
ഇപ്പോഴൊക്കെ അവിടെയൊക്കെ പെയിൻറ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഗേറ്റ് അടിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പോവാനുള്ള സമയമായി. ഞാൻ ടാറ്റ കൊടുക്കുന്നു.